1998 പത്മവിഭൂഷൺ നേടിയ 2000-ൽ മരണമടഞ്ഞ ഒരു ഗാന്ധിയനും അതുപോലെ തന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്ന ഉഷാ മേത്ത എന്ന വ്യക്തിയുടെ ഒരു കഥ പറയുന്ന സിനിമയാണ് എ വതൻ മേരെ വതൻ എന്ന് പറഞ്ഞ സിനിമ. കഴിഞ്ഞ ദിവസമല്ല ഇന്ന് ഈ സിനിമ OTT റിലീസ് ചെയ്തു. ആമസോൺ പ്രൈമിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഒരു ബയോപിക് ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് എ വതൻ മേരെ വതൻ എന്ന് പറഞ്ഞ സിനിമ. ഏകദേശം 2 മണിക്കൂർ 13 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. സാറ അലി ഖാനാണ് ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതായത് ഉഷാ മേത്തയുടെ ആ ഒരു കഥാപാത്രം, ഉഷാ മേത്ത അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രം അവതരിപ്പിക്കുന്നത് സാറ അലി ഖാനാണ്. 1942 കാലയളവിലെ കഥയാണ് മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. ആ ക്വിറ്റ് ഇന്ത്യ സമരം അതിനോടനുബന്ധിച്ചുണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നത്. അപ്പോൾ 2 മണിക്കൂർ 13 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ 2 മണിക്കൂർ 13 മിനിറ്റുള്ളത് കുറച്ചിരുന്നെങ്കിൽ കുറച്ച് നന്നാകുമായിരുന്നു എനിക്ക് തോന്നി. ആ ഒരു കാലഘട്ടം 1942 ആ കാലഘട്ടം കാണിച്ച കാര്യങ്ങളൊക്കെ ആർട്ട് വർക്കും സിനിമാറ്റോഗ്രാഫി കാര്യങ്ങളൊക്കെ വളരെ നീറ്റായിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. മറ്റു കാര്യങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ പെർഫോമൻസിൻ്റെ കാര്യങ്ങൾ എടുത്തു നോക്കാൻ എല്ലാവരും കിട്ടിയ റോളുകൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇമ്രാൻ ഹാഷ്മി ഒരു പ്രധാന വേഷത്തിൽ ഈ സിനിമയിൽ എത്തുന്നുണ്ട്. കുറഞ്ഞ റോളുകളേ ഉള്ളൂ, എന്നാലും കുറഞ്ഞ സീനുകളേ ഉള്ളൂ, എന്നാലും നല്ലൊരു കഥാപാത്രമായിരുന്നു. അപ്പോൾ സാറ അലി ഖാൻ്റെ കഥാപാത്രമൊക്കെ അതായത് ഉഷാ മേത്തയിൽ അവതരിപ്പിച്ച ആ ഒരു കഥാപാത്രം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പഞ്ച് കിട്ടാത്തൊരു രീതി എനിക്ക് തോന്നി. വലിയൊരു പഞ്ച് കിട്ടാത്തതുപോലെ തോന്നി. ഓക്കെ ആയിരുന്നു, പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഓക്കെ ആയിരുന്നു. നല്ലൊരു സിനിമയാണ് കേട്ടോ, നല്ലൊരു സിനിമയാണ്. കൊമേഴ്ഷ്യൽ ടൈപ്പ് മൂവിയല്ല, ഒരു എന്താ പറയുക ഒരു ബയോപിക് ഡ്രാമ ത്രില്ലർ സ്ലോ പേനിൽ പറഞ്ഞു പോകുന്നൊരു സിനിമയാണ്. എമോഷണൽ രംഗങ്ങളൊക്കെ വളരെ നൈസായിട്ട് തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആർട്ട് വർക്കൊക്കെ നന്നായിരുന്നു പറഞ്ഞു. ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ രസമുണ്ടായിരുന്നു. വലിയ സംഭവമായിട്ടൊന്നും ഈ സിനിമയെക്കുറിച്ച് പറയാൻ പറ്റില്ല. വലിയ സംഭവമായിട്ടുള്ള സിനിമയൊന്നുമല്ല, ജസ്റ്റ് ഒരു വൺ ടൈം വാച്ചബിളായിട്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു വാച്ചബിൾ മൂവി ആണ് ഈ ഒരു സിനിമ. വലിയ സംഭവമൊന്നുമല്ല. ആ ഒരു ക്വിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിലെ ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ സ്ലോ ബേസ് പറഞ്ഞു പോകുന്നൊരു സിനിമയാണ്. എനിക്കിഷ്ടപ്പെട്ടു സിനിമ. തമിഴ് ഡബ്ഡ് വേർഷൻ അവൈലബിൾ ആണ്, തമിഴ് മലയാളം ഡബ്ഡ് വേർഷനൊക്കെ അവൈലബിൾ ആണ്. ഹിന്ദി മൂവിയാണ്. അപ്പോൾ എന്തായാലും കണ്ടു നോക്കുക, എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കുക. ഈ ഒരു സ്വാതന്ത്ര്യ സമര ആ ഒരു കാലഘട്ടത്തിലെ സിനിമകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ 1942-46 കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ്. ആ ഒരു കാലഘട്ടത്തിലെ കഥകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഒരു വട്ടം കണ്ടു നോക്കാവുന്ന ഒരു സിനിമയാണ് ഈ സിനിമ. 2 മണിക്കൂർ 13 മിനിറ്റ് ഉണ്ട് സിനിമ, 12 മിനിറ്റ് ഉണ്ട് സിനിമയുടെ ദൈർഘ്യം വരുന്നത്. അപ്പോൾ അതുമാത്രമാണ് എനിക്കൊരു എന്താ പറയുക ഒരു പോരായ്മയായിട്ട് തോന്നിയത്. കുറച്ചുകൂടി ഒന്ന് കട്ട് ചെയ്ത് കുറച്ചുകൂടി ലെങ്ത് കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നി. എന്തായാലും കണ്ടു നോക്കുക. നിങ്ങൾ കണ്ടത് നിങ്ങളുടെ കാണുന്ന വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.